Hello everyone, welcome to Superstar Junior. Co-presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. നമുക്ക് വെൽക്കം ചെയ്യാം വിജയ് ചേട്ടാ, സുജാത ചേച്ചി, സ്റ്റീഫൻ ചേട്ടാ And നമ്മുടെ പുലികൾ സ്റ്റാർ ഓർക്കസ്ട്ര. സോ നമുക്ക് നമ്മുടെ ഷോ തുടങ്ങാം. നമുക്ക് ഷോ തുടങ്ങാം. സോ നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ശ്രീ ശങ്കർ. ശ്രീ ശങ്കർ. ഹേയ് ശ്രീ ശങ്കർ. ഹായ്. ഇതെന്താണ് ഈ കോസ്റ്റ്യൂമിന്റെ പിന്നിലൊരു സംഭവം ഉണ്ട്. പക്ഷേ എന്താണ് ഒന്നുമില്ല. ഒരു മിനിറ്റ്. ഒന്നുമില്ല. നമുക്ക് റൗണ്ട് സെലക്ട് ചെയ്യാം അല്ലേ? കണ്ടോ? അല്ലേ? നീ റൗണ്ട് സെലക്ട് ചെയ്യാം. റൗണ്ട് സെലക്ട് ചെയ്യാം. അഞ്ജലി വെരി ബാഡ്. റൗണ്ട്സ്. ഏത് റൗണ്ടാ മോനെ? AR റഹ്മാൻ ഹിറ്റ്സ്. ഏത് പാട്ടാണ് മോ പാടാൻ പോണേ? എ റഹ്മാൻ സാറിന്റെ കണ്ടുകൊണ്ടേൻ സിനിമയില് ഓക്കേ. അതിലെ എന്നെ சொல்ல போகிறா. എന്നെ சொல்ல പോகிறേ. അതാണ് ശങ്കർ മഹാദേവന്റെ മാജിക് അല്ലേ? ശങ്കർ സാറിന് ഫസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടിയ പാട്ട്. അതെ, AR റഹ്മാൻ, ശങ്കർ മഹാദേവൻ മാജിക് പലതായിട്ട് വരാകുന്ന ദിക്ര അങ്ങനെ പല പാട്ടുകളും വന്നിട്ടുണ്ട്. അതിലെ ഒരു ഭീകര പാട്ടാണ്. അതെ മക്കളെ നമ്മള് നല്ല എക്സ്പെക്ട് ചെയ്യട്ടെ. ആ മതി, തകർക്കും ഞങ്ങൾ അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. இல்லை இல்லை சொல்ல ஒரு கணம் போதும், இல்லை என்று சொல்ல தாங்குவதென்றால் இன்னும் இன்னும் எனக்கோர் ஜன்மம் வேண்டும். என்ன சொல்ல போகிறாள்? நொடி ஒன்று போதுமே, அதை நானும் மைப்பிக்கத்தானே ஒரு ஆயுள் வேண்டுமே. இல்லை இல்லை சொல்ல ஒரு கணம் போதும், இல்லை என்று சொல்லை தாங்குவதென்ற இன்னும் இன்னும் எனக்கு ஒரு ஜன்மம் வேண்டும். என்ன சொல்ல போகிறார்? என்ன சொல்ல போகிறார்? போதுமே, அதை நானும் மைப்பிக்கத்தானே ஒரு ஆயுள் வேண்டுமே. இல்லை இல்லை சொல்ல ஒரு கணம் போதும், இல்லை என்று சொல்லை தாங்குவதென்ற இன்னும் இன்னும் எனக்கு ஒரு ஜன்மம் வேண்டும். என்ன சொல்ல போகிறார்? என்ன சொல்ல போகிறார்? இதயம் ஒரு கண்ணாடி, உனது பிம்பம் விழுந்ததடி, இதுதானும் சொந்தம் இதயம் சொன்னதடி. கண்ணாடி பிம்பம் காட்ட கயிர் பொண்டு இல்லையடி, கண்ணாடி ஊஞ்சல் பிம்பம் ஆடுதடி. நீ ஒன்று சொல்லடி பெண்ணே, இல்லை நின்று கொல்லடி கண்ணே.
எனக்கோர் ஜென்மம் வேண்டும் என்ன சொல்ல போகிறாய் என்ன சொல்ல போகிறாய் சந்தன தென்றலை ஜன்னல்கள் வெந்தித்த நியாயமா நியாயமா காதலின் கேள்விக்கு கண்களின் பதில் என்ன மௌனமா மௌனமா பின்னாலும் விடியாத இரவு எது பூவாசம் வீசும் முந்தன் கூந்தலடி என் உலகம் இருண்ட பின்னும் இருளாத வானம் எது கதிர் வந்து பாயும் உந்தன் கண்களடி பல உலக அழகிகள் கோடி உன் பாதம் கழுவலாம் வாடி என் தளிர் மலரே இன்னும் தயக்கம் என்ன என்னை புரியாத இதுவா வாசாவா என்ன சொல்ல போகிறாய் என்ன சொல்ல போகிறாய் என்ன சொல்ல போகிறாய் என்ன சொல்ல போகிறாய் நியாயமா நியாயமா என்ன சொல்ல போகிறாய் என்ன சொல்ல போகிறாய் மௌனமா மௌனமா என்ன சொல்ல போகிறாய் കുറച്ച് കുട്ടികൾ ഓരോ സ്റ്റേജിലും ഇമ്പ്രൂവ്മെൻ്റ് കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നത് മോനാണ്. ആദ്യ വസന്തമേ ഈ മൂകവീണയിൽ ഒരു ദേവഗീതമായി നിറയുമോ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച വയനാടൻ ചുരങ്ങളിൽ നിന്നും വന്ന ഞങ്ങളുടെ അനുഗ്രഹീത ഗായി. കല്യാണം കൂടാൻ വാ കുറുവാൽ കിളി ഈ കല്യാണം കൂടാൻ വാ കുറുവാൽ കിളി നിൻ പൊൻതൂവൽ കൂടും തായിളവേൽക്കുവാൻ ആ കല്യാണാണ് കല്യാണികൾ കാണിച്ചോണ്ടിരിക്കുക. അവൾ നോക്കണല്ലേ പാടി. അതെ. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം Superstar Junior. എന്തായിരുന്നു പെർഫോമൻസ്? അവസാനം ഷോള് മാത്രമായോ? ചേച്ചി പോയോ? ആ ചേച്ചി ചേച്ചി ഷോള് ഇവിടുന്ന് മേടിക്കുന്ന എങ്ങനെയാ വെച്ചാൽ ഇവിടുന്ന് ചേച്ചി ഇങ്ങനെ പോകുമ്പോ ഷോള് തരൂ അതെ. എന്നിട്ട് പിന്നെ ഒറ്റ നിപ്പാ 2 ലൈനൊക്കെ പിന്നെ ഇവിടെയാണ് ഫുള്ള്. പിന്നെ ഷോളില് എന്താ ഹാർട്ടിലോട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ട് പിന്നെ ഫുൾ പാട്ടായിരുന്നു അല്ലേ? പാട്ടിൽ ലയിച്ചു പോയി നമ്മള്. അതെ അതെ അതെ. ഹലോ, എന്താണ് ഒന്നല്ല കണ്ടുകൊണ്ടേൻ അജിത്തായി മാറിയല്ലേ? മോന് കുറേ എഫേർട്ട് എടുക്കുന്നുണ്ട് ടു കം ഔട്ട് ആൻഡ് ഡു സംതിങ് ഡിഫറെൻറ്റ്. അതിനൊരു വലിയൊരു അപ്ലോസ്. ഭയങ്കര ഷൈ ടൈപ്പാണ്, എന്നാലും അതും ഒരു ഭയങ്കര പ്രൊഫഷണൽ ഡാൻസറായിട്ടുള്ളൊരു ചേച്ചി ഇങ്ങനെ കൂടെ വന്നൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ എന്താണ് എങ്ങനെയൊക്കെയോ അത് റെസ്പോണ്ട് ചെയ്തൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു പുറയിൽ കൈയൊക്കെ പിടിച്ച് എന്ത് ഇതൊക്കെ ആരാ പറഞ്ഞു തന്നത്? അച്ഛനാണോ പറഞ്ഞു തന്നെ? അവർ തന്നെ പറഞ്ഞു തന്നു. ഓക്കെ, പക്ഷെ നന്നായിരുന്നു. ആദ്യം അവിടെ ഇങ്ങനെ അവിടെ ആ സ്ക്രീനിൻ്റെ അവിടെ എൻട്രൻസ് അങ്ങനെ എൻട്രി ഭയങ്കരമായിരുന്നു. എന്താണ് ഷോൾ പിടിച്ച് ഇങ്ങനെ എന്നിട്ട് പിന്നെ നടന്ന് വന്ന് ഓക്കെ. ആൻഡ് പാട്ടിലും നല്ല രസമായിട്ട് പാടി. ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് പാടി മോനെ. ഈ പാട്ട് ആക്ച്വലി പാടിയിരിക്കുന്നത് നൺ അതർ ദാൻ ശങ്കർ മഹാദേവൻ. ആൻഡ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സിംഗേഴ്സ് ആൻഡ് സ്റ്റേജ് പെർഫോമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കിഡു സംഭവമാണ്. ഈ സോങ്ങിൻ്റെ വേറൊരു കണക്ഷൻ എനിക്കുണ്ട്. യെസ്. ഈ സോങ് ഇതേപോലെ തന്നെ 16 സ്റ്റേജിൽ
ഞങ്ങളൊരു ഗൾഫ് ടൂർ ചെയ്തു. ഞാൻ, കുഞ്ചാക്കോ ബോബൻ, സംയുക്ത വർമ്മ, ജോമോൾ, മുകേഷ് ഏട്ടൻ, അങ്ങനെ ഒരു ഫുൾ സ്റ്റാർ കാസ്റ്റ് ഓഫ് എല്ലാവരും കൂടെ. അതിൽ മെയിൻ സിംഗർ ഞാനായിരുന്നു. എൻ്റെ ഫസ്റ്റ് സോളോ സോളോ എന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് എൻ്റെ ഫസ്റ്റ് ഒരു ഫിലിം ടൂറായിരുന്നു ഗൾഫിൽ. ഈ പാട്ടാണ് ഞാൻ ലൈവായിട്ട് എന്താണ് ലേപ്പിൽ മൈക്കൊക്കെ ഇട്ടിട്ട് ജോമോളുടെ കൂടെ ഇതേപോലെ തന്നെ ഇൻഫാക്ട് യുനോ പാടി ഡാൻസ് ചെയ്ത് പെർഫോം ചെയ്ത് ആ ഫുൾ എല്ലാ സ്റ്റേജിലും. സോ അത് യുനോ എൻ്റെ ഒരു മെമ്മറി, പഴയൊരു മെമ്മറിയിലേക്ക് കൊണ്ടുപോയാണ്. സോ എനിവേ അടിച്ചു പൊളിച്ചു. നൈസ്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. ശ്രീശങ്കർ എന്തോ ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു സർ. ഈവൻ എക്സലൻ്റ് എന്നും കൂടെ പറയാം. ഞാൻ ഇൻ കമ്പാരിസൺ വിത്ത് അതർ സിംഗേഴ്സ് അല്ല ഞാൻ ഇപ്പോൾ പറയുന്നത്. മോൻ്റെ ഇവിടെ വന്നിട്ടിപ്പോൾ കുറച്ച് ഫ്യൂ സ്റ്റേജസ് ആയി. എല്ലാ കുട്ടികളിലും കുറച്ച് കുട്ടികൾ ഓരോ സ്റ്റേജിലും ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്നത് മോനാണ്. താങ്ക് യു മാഡം. നമുക്കിവിടെ അതാണ് ആവശ്യം. മോൻ്റെ ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്ന് വെളിയിലേക്ക് ചാടാനുള്ള അറ്റംപ്റ്റ്, അതാണ് ഏറ്റവും സന്തോഷം തോന്നുന്നത്. മോന് യു ആർ റിയലി ഒരുപാട് അതിന് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്, ഒരുപാട് കാണുന്നു. പക്ഷേ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ മറ്റേ സിംഗേഴ്സിൻ്റെയും സിംഗിങ് ക്വാളിറ്റി എല്ലാം നമുക്ക് നോക്കണം. പക്ഷേ മോൻ്റെ ജേർണിയിൽ യു ആർ വെരി വെരി ഹാപ്പി. മോനും ഭയങ്കര ഹാപ്പി ആയിരിക്കണം, അച്ഛനും ഭയങ്കര ഹാപ്പി ആയിരിക്കണം. ഹീ ഷോയിങ് റിമാർക്കബിൾ ഇംപ്രൂവ്മെൻറ്റ്. താങ്ക് യു മാഡം. இல்லை இல்லை சொல்ல ஒரு கணம் போதும், இல்லை என்று சொல்லை தாங்குவதென்ற இன்னும் இன்னும் எனக்கு ஒரு ஜென்மம் வேண்டும், என்ன சொல்ல போகிறார். അസലായി പാടുകയും ചെയ്തു ഈ പാട്ട്. ഇതങ്ങനെ ഈസിയുള്ള പാട്ടല്ല. ഇത് എലിമെൻറ്റ് ഓഫ് സങ്കടം ഇല്ലേ, അതുകൊണ്ട് അത് ഇയാൾക്ക് വേഗം കിട്ടുന്നുണ്ട്. ഇയാളുടെ കണ്ണിലും ഉണ്ട് ആ സങ്കടം, ഇയാളുടെ പാട്ടിലും കുറച്ചൊരു സങ്കടമുണ്ട്. ഫാസ്റ്റ് സോങ് വേറൊരു പാട്ട് പാടിയപ്പോഴായിരുന്നു കുറച്ച് നമ്മൾ ഒരു ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞത്. പക്ഷേ ഈ പാട്ടിൽ അസലായി പാടി. സോ ഇങ്ങനെ തന്നെ ജേണി പോട്ടെ മുന്നോട്ട്. താങ്ക് യു. താങ്ക് യു സുജാത ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. മിസ്റ്റർ ശ്രീശങ്കർ എന്തോ തകർത്തു. താങ്ക് യു സർ. നല്ലായി പാടി കേട്ടോ. താങ്ക് യു സർ. തെറ്റുകൾ എന്ന് പറയാനൊന്നുമില്ലായിരുന്നു, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് പാടി. പിന്നെ നിനക്കൊരു ആ പാട്ടിൻ്റെ ഇമോഷൻ അല്ലേ, ഇത് ആ പാട്ടിന് ഇമോഷൻ എന്ന് പറയുന്നതിനെക്കാട്ടിലപ്പുറം ശങ്കർജി ഒരു എക്സ് ഫാക്ടർ ഇട്ടുണ്ട് അതിലൊരു മാജിക്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെയും ഒരു പുഷ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഒരു പ്രഷർ ഉണ്ട് ആ പിച്ചിൻ്റെ ഉണ്ട്. അതിലൊരു പാടുമ്പോൾ എപ്പോഴും അതിലൊരു പെയിൻ ഇങ്ങനെ കിടക്കുന്നുണ്ട് നമുക്കിങ്ങനെ. അപ്പോൾ നിൻ്റെയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നത്. പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു പാട്ട് നന്നായിട്ട് നീ അങ്ങോട്ട് പാടി. അപ്പോൾ ആ ഒരു എക്സ് ഫാക്ടർ പക്ഷേ എനിക്ക് എൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ രീതിയിൽ കണ്ടിട്ടില്ല. ഞാൻ ഒരിക്കലും ശങ്കർജീനെ ഒറിജിനൽ പാടിയ ആളെ ഞാൻ കമ്പയർ ചെയ്യില്ല. പക്ഷേ ശങ്കർജി ഇതിൻ്റെ പല സ്റ്റേജുകളിൽ ഞങ്ങൾ ഒരുമിച്ച് ഇതിൻ്റെ വേറെ വേർഷൻസ് പാടാറുണ്ട്. അപ്പോൾ പിന്നെ ഒക്കെ എല്ലാം നിർത്തിയാലോ എന്നൊക്കെ ആലോചിക്കും. ആ ഒരു അവസ്ഥയിലേക്കൊക്കെ വീക്കായി പോകും നമ്മൾ ഭയങ്കരമായിട്ട്. കാരണം അദ്ദേഹം കൂടെ നിൽക്കണവരെ എനർജി അങ്ങനെ എടുക്കും പുള്ളി. ഇടയ്ക്കിങ്ങനെ വന്ന് നമുക്ക് തരും. പക്ഷെ ചിലപ്പോൾ അതിലങ്ങോട്ട് അലിഞ്ഞു പോയി നമ്മൾ ഭയങ്കര വീക്കാവും. ശരിക്കും ഈ പാട്ടിലൊക്കെ ശരിക്കും കരയാതെ വേറെ നിർത്തിയില്ല. കാരണം അത്രയും കൈവിട്ടിട്ടാണ് പുള്ളി അദ്ദേഹം പാടുന്നത്. അതായത് എവിടെ ഇടിച്ച് നിൽക്കും, ചില ആലാപൊക്കെ പാടുമ്പോൾ എവിടെ അദ്ദേഹം ഇടിച്ച് നിർത്തുന്നതെന്ന് നമ്മൾ ചിന്തിക്കാത്തൊരു സ്ഥലത്തൊക്കെ കൊണ്ടുപോയി പുള്ളി നിർത്തും. കയ്യടിയൊന്നും അല്ലാതെ വേറെ ഒന്നും കിട്ടില്ല. ദാറ്റ് ഈസ് ദൈവം ചിലവർക്ക് അങ്ങനെ അങ്ങോട്ട് കൊടുക്കുക. അത് അങ്ങനെയൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിയിൽ ആ ലെവൽ ബെസ്റ്റ്, യു ഡിഡ് ദാറ്റ് ലെവൽ ബെസ്റ്റ് കേട്ടോ. അപ്പോൾ അത് നിലനിർത്തുക. പിന്നെ ആ കോറിയോഗ്രാഫിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നന്നായിട്ട് ആരും പ്രഷർ ചെയ്യാതെ. പിന്നെ ചേച്ചി പറഞ്ഞാൽ ഞാൻ 100% യോജിക്കുന്നു. നല്ലൊരു പ്രോഗ്രഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ എക്സ്പെക്റ്റേഷൻ തന്നു തുടങ്ങി, അത് തന്നുകൊണ്ടേയിരിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു ചേട്ടാ. ഇനി നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. യെസ് വിജയ് ചേട്ടാ. വിജയ് ചേട്ടാ കമോൺ. മാർക്ക് നല്ലതല്ലെങ്കിൽ നമുക്ക് Actions. പാട്ടിന്റെ ലൈൻ തന്നെ ചോദിക്കാം അല്ലേ, ന്യായമാ? താങ്ക് യു സർ. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. യെസ് സ്റ്റീഫൻ ചേട്ടാ. Nine. 9 marks. 26.5. So very good performance.
പിന്നെ നമ്മളിനി അടുത്ത പെർഫോമൻസ് കാണും അല്ലേ? ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ് മോനെ. വിളിക്കാം നമ്മുടെ സെക്കൻഡ് കണ്ടസ്റ്റന്റ് ഷാർലറ്റ്. ഷാർലറ്റ്. ഷാർലറ്റ്, എന്ത്? ഹലോ. ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. ഞാൻ റെഡിയാണ് അല്ലേ? ആ, ready ആണ്. റൗണ്ട്സ് നോക്കാപ്പോ. റൗണ്ട്സ്. ഏത് റൗണ്ടാ മോളെ? നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് പേജ്. ട്രിബ്യൂട്ട് ടു ലെജൻഡ്. അപ്പൊ ഏത് ലെജൻഡിനാണ് മോള് ട്രിബ്യൂട്ട് രവീന്ദ്ര ചെയ്യുന്നത്? മാഷ്. രവീന്ദ്രൻ മാസ്റ്റർ. ഓ, രവീന്ദ്രൻ ഏത് മാഷിന്റെ ഏത് പാട്ടാണ്? പാട്ടാ? ആദ്യ വസന്തമേ. വിഷ്ണുലോകൻ. വസന്തമേ. ഓ ഓ ഓ. ഓക്കെ, അപ്പൊ എന്തായാലും ബ്യൂട്ടിഫുൾ സോങ്, എന്തായാലും നൈസ് സോങ് സെലക്ഷൻ. അപ്പൊ എന്തായാലും ഓൾ ദി വെരി ബെസ്റ്റ് മോൾ. Yes, all the very best. ആ
പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച വയനാടൻ ചുരങ്ങളിൽ നിന്നും വന്ന ഞങ്ങളുടെ അനുഗ്രഹീത ഗായിക പാടവരമ്പോരം ചാഞ്ചാടും കതിരണി മണിമയിലോ നീയോ മാറിമുകിൽ തേരിൽ പോരുന്നു. വെരി ക്യൂട്ട്. ഐ തിങ്ക് പെർഫെക്റ്റ് സോങ് സെലക്ഷൻ. ചെക്കനില്ലേ അത് സെക്കൻഡ് ചാടാൻ തൊട്ട് ഒരു പിടി പിടിപ്പിച്ചു. നാണം പൊന്നു ഞാലാട്ടും നിറമാറിൽ ചെല്ലം ചെല്ലം താളം. ഹലോ ബ്യൂട്ടിഫുൾ സോങ്. യെസ്, എന്തൊരു മെച്ചുവേർഡ് സിംഗിങ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ മാർക്ക് ആൻഡ് കമന്റ്സിലേക്ക് പോവാം. യെസ്, എനിക്ക് അഞ്ജലി അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. മെച്യൂർഡ് സിംഗിങ് എന്ന് പറയുമ്പോൾ അഞ്ജലിയൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ഉള്ളിലുണ്ട്. അത് അഞ്ജലി പറഞ്ഞുള്ളൂ. ഇത് എന്താ ഉദ്ദേശം ആക്ച്വലി? ആ മോളുടെ വോയിസ് ആക്ച്വലി കുറച്ച് മെച്ചുവേർഡ് ആണ്. ഞങ്ങളിവിടെ മൂന്നുപേരും കുട്ടി വോയിസ് അല്ല. ഞങ്ങളിവിടെ മൂന്നുപേരും അത് പറഞ്ഞുകൊണ്ടിരുന്നത് ഡിസ്കസ് ചെയ്ത കാര്യം സെയിം തിങ്. ഷാലറ്റ് എന്തോ ഷാലറ്റ് നന്നായിട്ട് പാടി കേട്ടോ. നോട്ട് എ വെരി ഈസി സോങ്. അഞ്ജലി പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഞങ്ങളിവിടെ ആക്ച്വലി നേരത്തെ പറഞ്ഞത്. ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നല്ല മെച്യൂരിറ്റി ഉണ്ട് ആൻഡ് നല്ലൊരു ബോൾഡ് സിംഗിങ് ആയിരുന്നു ഇതിൽ. ഓക്കെ, ആൻഡ് അതും ഷാലറ്റിൻ്റെ ഒരു ഷൈനസ് ഒക്കെ മാറ്റി പതുക്കെ പതുക്കെ അത് വരുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ് ടു സീ ദാറ്റ്. നല്ലൊരു സെലക്ഷൻ ആൻഡ് നന്നായിട്ട് പാടി. ഓക്കെ, താങ്ക് യു സർ. മാർക്ക് വേണോ ഇപ്പോൾ അതോ പിന്നെ മതിയാ? മാർക്ക് വേണോ? മാർക്ക് വേണോ? മാർക്ക് വേണം. ആയിക്കോട്ടെ. വേണം. ആ. 8.5. Yes. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. പ്രകൃതി ആ. കനിഞ്ഞനുഗ്രഹിച്ച വയനാടൻ ചുരങ്ങളിൽ നിന്നും വന്ന ഞങ്ങളുടെ അനുഗ്രഹീത ഗായിക വയനാടിന്റെ അഭിമാനമായി തീരട്ടെ ഈ ഷാലറ്റ്. ഷാലറ്റ് എന്ത്? ഭയങ്കര ഭംഗിയായിട്ട് പാടി. താങ്ക് യു ചേച്ചി. ഈ പാട്ട് അഞ്ജലി ആദ്യമേ പറഞ്ഞു. മോളുടെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ സിംഗിങ്ങിലൊരു മെച്യൂരിറ്റിയാണ്. വാക്കുകൾ പറയുന്ന വിധം, എക്സ്പ്രഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത വിധം, അതൊക്കെ ഭയങ്കര ഒരു കുട്ടി മനസ്സിലാക്കുന്ന പോലെയല്ല. എസ്പെഷ്യലി ദ ഡെലിവറി. പക്ഷേ കുറച്ച് സംഗതികൾ സ്ലിപ്പായിട്ടുണ്ട്. 2-3 സംഗതി മെയിൻ സംഗതിയാണ് ഈ പാട്ടിൻ്റെ. അതെന്തുകൊണ്ടാണ് എന്നെനിക്ക് അറിയണം. ഷാർലറ്റിന് അത് പറ്റില്ല. യൂഷ്വലി പറ്റാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മായാമഞ്ചലിലൊക്കെ അതെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഇനി ഈ മായാമഞ്ചലിനെ പറ്റി എവിടെ പറഞ്ഞാലും ഷാർലറ്റ് മനസ്സിലേക്ക് ഓടിയെത്തും. കാരണം അന്ന് ഒരു സ്റ്റാമ്പ് ഇട്ട് തന്നു. അപ്പോൾ വേണമെങ്കിൽ ആ സംഗതികൾ പാടാം. ആദ്യത്തെ ആ ഒരു സംഗതി, പിന്നെ മേഘം എന്ന് പറഞ്ഞ സംഗതി, പല്ലവിയുടെ അവസാനം, ഇത് 3 ശരിക്കും സ്ലിപ്പായത്. അത് കേൾക്കാഞ്ഞിട്ടാണോ എക്സൈറ്റഡ് ആയിട്ടാണോ അതോ വരാഞ്ഞിട്ടാണോ? പാടാൻ പറ്റിയില്ല. ഒന്ന് പാടിക്കോളൂ. ഏതായാലും ഇപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് തന്നെ നിന്ന് പാടാം. ആദ്യ വർഷമേ തളിരിലെത്തുമ്പിൽ. അല്ല, അത് സിമ്പിൾ ആയിട്ട് വിചാരിച്ച് പാടൂ. അതൊരു അങ്ങനെ ഒരു സംഗതി ടാ അങ്ങനെ നോക്കണ്ട. അത് ഈസി ആയിട്ട് പാടി നോക്കൂ. ആദ്യ വർഷമേ തളിരിലെത്തുമ്പിൽ. ബെറ്റർ, കുറച്ചുകൂടെ ബെറ്റർ ആകാം. ഇനിയും അത് സ്മൂത്ത് ആവാം. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ യു ലെറ്റ് ഗോ, അപ്പോൾ കുറച്ചുകൂടി ഈസി ആയി പഠിക്കാൻ കേട്ടോ. ആദ്യ വർഷമേ തളിരിലെത്തുമ്പിൽ. ഇതല്ല, പക്ഷെ കുറച്ചുകൂടി സ്ലോ ആക്കണം, അത്രയും ഫാസ്റ്റ് ആക്കണം. തും 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 തുമ്പിൽ. തുമ്പിൽ. ബെറ്റർ. സോ യു ക്യാൻ ഡു ഇറ്റ്. പാടാൻ പറ്റില്ല എന്നുള്ള സംഭവം ഇവിടെ ഇല്ല. അല്ല, അത് പറ്റും. ഷാർലറ്റിന് പറ്റും തീർച്ചയായും, ഒരു സംശയമില്ല. പിന്നെ മേഘം എന്താണ്, അതുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്തേക്കോ. മേഘപടം തീർത്ത മിന്നിലാക്കുമ്പിളിൽ. മേഘപടം അതും സ്മൂത്തർ ആവാം. മേഘപടം തീർത്ത better. മിന്നിലാക്കുമ്പിളിൽ. പിന്നെ പല്ലവിയുടെ ലാസ്റ്റ് ലൈൻ എന്തായിരുന്നു? നിറയുമോ ആ ലാസ്റ്റിൽ മാത്രമേ ഉള്ളൂ ആഗമകം. നിറയുമോ നിറയുമോ. ബെറ്റർ.
You have to glide through that and then last മാത്രമേ ഉള്ളൂ നിറയുമോ. മോക്ക് എല്ലാം വരുന്നുണ്ട്. അതാണ് അതെല്ലാം കൂടെ ക്ലീൻ ആയിട്ട് വന്നാൽ നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കണം നമ്മൾ. അപ്പം അത് മാത്രം കുറച്ച് കാര്യങ്ങൾ ഇങ്ങനത്തെ ശ്രദ്ധിക്കുക. ഒരു ഫൈൻ ട്യൂണിങ് കൂടെ ആവശ്യമുള്ളൂ. അത് യു വിൽ ഡു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. ചേച്ചി അപ്പോൾ മാർക്ക്. This fine. Okay, so that's good. സ്റ്റീഫൻ ചേട്ടാ. ഷാലറ്റ്, ഈ പറഞ്ഞ പോലെ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. താങ്ക് യു. സൂപ്പറായിട്ട് പാടി. നല്ല ഒരു തിക്ക് വോയിസ് ഫീലിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇവിടുന്ന് കേട്ടപ്പോൾ. നല്ലൊരു മെച്ചുവേർഡായിട്ട് അങ്ങനെ ഭയങ്കര വാക്കുകളൊക്കെ നല്ലതായി വരണ്ടായിരുന്നു. അത് തന്നെ നല്ലൊരു ലക്ഷണമാണ്. നല്ലൊരു പാട്ടുകാരി ആവാനുള്ള ലക്ഷണം എല്ലാതും ഉണ്ട്. ഈ പറഞ്ഞ മാതിരി നല്ലൊരു ഫൈൻ ട്യൂൺ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലൊരു ഉള്ള ഗുരുക്കളൊക്കെ നല്ലതായിരിക്കാം, ഗുരുക്കന്മാരൊക്കെ നന്നായിരിക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു എക്സ്പെർട്ടൈസ് ഒരു കയ്യിലൊരാളുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നല്ല ഔട്ട്കം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി പരിശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞ ന്യൂആസൻസ് ഒക്കെ കുറച്ച് നല്ലതായിട്ട് ക്ലിയർ ചെയ്ത് പാടുക. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഫൈൻ സിംഗറായിട്ട് മാറും ഷാർലറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പരിശ്രമിക്കുക. യു വിൽ ബിക്കം ബെറ്റർ എവറി ടൈം ആൻഡ് മേക്ക് us happy and inspired every time. Okay? Thank you, sir. All the very best. Thank you. Yes, സ്റ്റീഫൻ ചേട്ടാ. അപ്പോൾ നമ്മുടെ മാർക്ക്. നല്ല മാർക്കാണ് അല്ലേ? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഫൈൻ ട്യൂൺ ചെയ്തിട്ട് ഒരു ഫൈൻ സിംഗർ ആയിട്ട് നെക്സ്റ്റ് വരാ കുറെ നല്ല പാട്ടുകളുമായി. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. രണ്ട് നല്ല സോളോ പെർഫോമൻസസ് കഴിഞ്ഞു. അഞ്ജലി, ഇനി നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള റൗണ്ട് ഇല്ലേ? ഏതാ? ഡുവറ്റ് പെർഫോമൻസ് വിളിക്കാം. യെസ്, ശ്രീനാഥ് ആൻഡ് ശിവാനി. യെസ്. ഒരു മിനിറ്റ്. ഇവിടെ പോലെ രജചേട്ടന് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്തിനറിയോ? ഇവര് ചേച്ചി, സ്റ്റീഫൻ ചേട്ടാ, വിജയ് ചേട്ടാ, ഇവർ രണ്ടുപേരും ഞാൻ എപ്പോഴും എന്തുണ്ടായിരുന്നു, മോൻ ഭയങ്കര ക്യൂട്ടാണ്, കുറച്ച് വികൃതിയൊക്കെ ഉണ്ട്, ക്യൂട്ടാണ്. മോൾ എപ്പോഴും ചിരിച്ച് ഭയങ്കര രസമാണ്. 10 മിനിറ്റ് ഞാൻ ഇവരപ്പം പുറത്തിരുന്നപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ അമ്മ, അതിനു വേണ്ടി എന്താ സാഷ്ടാംഗം പ്രണാമിച്ച് ഞാൻ ചെയ്താണ്. അത് കുറേ ഉണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ഇപ്പൊ വരുമ്പോ എൻ്റെ അടുത്ത് കാണിച്ചേ ഇങ്ങനെ ഇത് ഭയങ്കര വികൃതിയാണ്. പക്ഷെ എന്തായാലും പെർഫോമൻസ് പൊളിക്കും. ഇതെന്തോ രണ്ട് വലിയ ഡാൻസർമാരുടെ മിനിയേച്ചർ കൊണ്ടു വെച്ച മാതിരിട്ട് ജ്വല്ലറിയും ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ക്ലോത്ത്സ് ഒക്കെയാണ് രണ്ടുപേരും. എന്താണ് മൈക്ക് വെച്ച് എന്തിനാ ഇങ്ങനെ ഒളിച്ച് നിൽക്കുന്നത് മൈക്കിന്റെ പുറകില്? ശരി, എന്താണ് ഏതായാലും കളി അയ്യ എന്താണ്? ഏത് പാട്ടാ പാടാൻ പോണ രണ്ടുപേരും കൂടെ? ഏതാ? എന്തെങ്കിലുമൊക്കെ നടക്കും ഇവിടെ. ഇവരെന്തായാലും ആ പൊളിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ആ എനർജി ഇവർക്ക് നല്ലോണം പുറത്തുണ്ട്. ചെക്ക എന്താണ്, റെഡിയാണോ പാടാൻ? റെഡി. ഓക്കെ. സോ നമ്മുടെ വ്യൂവേഴ്സ് ഒക്കെ ഇവരെ എനർജി ആയിട്ടുള്ള പെർഫോമൻസ് കാണാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. സോ ലെറ്റ്സ് ഗോ ഫോർ എ കുട്ടി ബ്രേക്ക്. കണ്ടില്ലേ, എനിക്ക് വയ്യ. പാടവരമ്പോരം ചാഞ്ചാടും കതിരണി മണിമയിലോ നീയോ മാറിമുകിൽ തേരിൽ പോരുന്നു. ചെക്കനില്ലേ, അത് സെക്കൻഡ് ചാടാൻ തൊട്ട് ഒരു പിടി പിടിപ്പിച്ചു. So welcome back to Superstar Junior. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ നമുക്ക് ഇവരെ പെർഫോമൻസ് കാണാം. ഓക്കേ, രണ്ട് പോക്കിരിമാരുടെ പെർഫോമൻസ് കാണാം. ഓക്കേ, റെഡി, ഓൾ ദി ബെസ്റ്റ്. മാലിയലോലലോലേ മാംഗല്യശീലേ മാലിയലോലലോലേ മാംഗല്യശീലേ
ഞാൻ ആദ്യം ഒന്ന് കാലിൽ വീണാൻ തുടങ്ങിയത്, പക്ഷെ അതിൽ ഒരു പ്രശ്നമില്ലാന്ന് ഇപ്പോൾ മനസ്സിലായി. കാരണം എന്തൊരു ക്യൂട്ട് പെർഫോമൻസ് ആണ്. Very cute it was. പെർഫെക്റ്റ് ആയിട്ട് എന്താ പറയുക, ജൂനിയർ ഡുവറ്റ് റൗണ്ട് പെർഫെക്റ്റ് കോംപ്ലിമെന്റ് ചെയ്യുന്നു. മാത്രമല്ല ഇവിടെ മോൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇവിടെ കല്യാണം പാടുമ്പോൾ മോൻ ഇവിടെ ഫുൾ ആക്ഷനാണ് കല്യാണം Bird എത്തിയിട്ടില്ല, അതിന് മുമ്പേ തുടങ്ങി കല്യാണം. ഭയങ്കരമാണ്, ഒരു രക്ഷയില്ല. ഇപ്പോൾ നമ്മുടെ തേന്മാവിൻകൊമ്പത്തിൽ ആട്ടം പറഞ്ഞ പോലെ ഇപ്പോൾ ടെക്നിക്ക് പിടികിട്ടി രണ്ടുപേരുടെയും. അപ്പോൾ നമുക്ക് എന്തായാലും മാർക്ക് ആൻഡ് കമൻസിലേക്ക് കിടക്കാം. യെസ് വിജയ് ചേട്ടാ. സുന്ദരിയും സുന്ദരനും. ഓക്കെ, സോ ശിവാനി ആൻഡ് ശ്രീനന്ദ് ഡബിൾ എസ്. ഡബിൾ എസ് ആയിരുന്നു. ഡബിൾ സൂപ്പർ ആയിരുന്നു. താങ്ക് യു. വെരി ക്യൂട്ട്. ഐ തിങ്ക് പെർഫെക്റ്റ് സോങ് സെലക്ഷൻ ഫോർ രണ്ടുപേരും ഇങ്ങനെ സ്റ്റേജിൽ വന്നൊരു ഡ്യുവറ്റ് പാടാനും. അതെ അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ ഐ തിങ്ക് സൂപ്പർ സ്റ്റാർ ജൂനിയറിൻ്റെ ഒരു ഡ്യുവറ്റ് റൗണ്ടിൽ ക്യൂട്ടസ്റ്റ് രണ്ട് കപ്പിൾ എന്താണ് ഒരു ക്യൂട്ടസ്റ്റ് കപ്പിൾ ആൻഡ് ക്യൂട്ടസ്റ്റ് ഡ്യുവറ്റ് സോങ് ഐ തിങ്ക് പെർഫോം ടിൽ നൗ. സോ അടിച്ചു പൊളിച്ച് രണ്ടുപേരും കലക്കി. സുജാ ചേച്ചി. ഏയ് കുട്ടി മാണിക്യം, കുട്ടി കാർത്തുമ്പി. അതെ താങ്ക് യു. ആക്ച്വലി മുദ്ദു ഗവു ആണ്. അതെ മുത്തുകൗ. എന്ത് ക്യൂട്ടായിരുന്നു പെർഫോമൻസ്. കുട്ടികളുടെ പെർഫോമൻസ് പറഞ്ഞാൽ അത് വേറൊരു ലെവലാണല്ലേ. ഓ, നമ്മള് മനസ്സറിഞ്ഞ് സന്തോഷിക്കുക എന്ന് എന്തൊരു പറയുന്നത്. സുഖമായിരുന്നു കാണാൻ. അച്ചോ, ഭയങ്കര ഇന്നസെന്റ് ആണ് അവര്. എന്ത് കാണിച്ചാലും അത് ഭയങ്കര ഏറ്റവും രസമാണ്. രസം മോൻ പറഞ്ഞ പോലെ ആ കല്യാണാണ്. കല്യാണികൾ കാണിച്ചോണ്ടിരിക്കുക, അവൾ നോക്കണില്ല പാടി. അതെ കുറെ നേരം കാണിച്ചു, എന്ത് വേണ്ടാന്ന് വെച്ചു. അതെ അവസാനം എന്താ പറയാ, കാർത്തുമ്പിയാണ് കയ്യൊക്കെ എടുത്ത്. എനിക്ക് മോളുടെ ഒന്ന് ഭയങ്കര ഇഷ്ടമായി. മണിച്ചേലോലും 2 ഉണ്ട് മണിച്ചേലോലും അല്ലേ, ആ രണ്ടും പാടി മോള്. അതൊന്ന് പാടി കാണിച്ചാ രണ്ടും മണിച്ചോലും ഏതൊക്കെയൊന്ന്. മണിച്ചേലോലം അത് രണ്ടാമത്തെ, അത് സെക്കൻഡ്. അവസാനത്തെ. ആദ്യത്തെ മണിച്ചേലോലം. വെരി ഗുഡ്, വെരി ഗുഡ്. ആൻഡ് ഈ കൊച്ച്, ഈ ചെക്കനില്ലേ, അത് സെക്കൻഡ് ചാടാൻ തൊട്ട് ഒരു പിടി പിടിപ്പിച്ചു. അവിടുന്ന് അങ്ങോട്ട് ആ സെക്കൻഡ് ചാടണോ ലാസ്റ്റ് പല്ലവി എന്താ പാടി ഇയാള്. ആദ്യം ഞാൻ കൊച്ചാണെന്നുള്ളത് കാണിച്ചു, കുറച്ച് തെറ്റുകളൊക്കെ. പിന്നെ അങ്ങോട്ട് ഒന്നുമില്ല, ഞാൻ ഇതാ മാണിക്യമായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പാടി തുടങ്ങി. ഭയങ്കരമായിട്ട് പാടി. എനിവേ താങ്ക്സ്, ദാറ്റ് വാസ് എ മൊമെന്റ് ഡെഫിനറ്റ്ലി. ഈ പാട്ട് ദേ ഇവിടെ ഒരാള് കുറച്ച് വർഷമായിട്ടുള്ളൂ കേട്ടോ ഈ സിനിമ. ആ സമയത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ പറയും എക്സ്പീരിയൻസ് ഈ വാവയ്ക്ക് പറയും. യെസ് സ്റ്റീഫൻ ചേട്ടാ, പ്ലീസ് ഷെയർ ദ എക്സ്പീരിയൻസ്. ഹായ്, ആദ്യം എക്സ്പീരിയൻസ് ചേച്ചി പറയണ ഫോളോ അപ്പ് ചെയ്യാം. ഞാൻ കുറച്ച് വർഷമോ, അതെ ആ ഏകദേശം സമയത്ത് 20 ഒരു 20 വർഷമായി കാണും സ്കൂളിൽ നിന്ന് ഇറങ്ങി. തേന്മാവൻ കൊമ്പത്ത് വന്നിട്ട് 20 വർഷമായി. അതെ. അവൻ ആ സമയത്ത് എത്ര വയസ്സാ? അത് പറ. ആ അത് പറ. ഞാൻ അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കാം, എനിക്ക് 13 അപ്പൊ വയസ്സ്. 13 വയസ്സ് കഴിഞ്ഞില്ലേ? 13 വയസ്സ്. അപ്പൊ കഴിഞ്ഞില്ലേ? അതെ അവിടെയും കുറച്ചൊരു ഇതുണ്ടോ. നീ അന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അന്ന് ഫസ്റ്റ് ടൈം യൂത്ത് ഫെസ്റ്റിവലിന് വായിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മാഷ് പഠിപ്പിച്ചെന്ന പാട്ട ഈ മാനം തെളിഞ്ഞ. ഓ ആ കൂടെ ഇതൊരു ടൈറ്റിൽ മ്യൂസിക് അറിയാം, അത് വെച്ചിട്ടാണ് ഞങ്ങൾ വായിക്കാൻ പോയി. സബ് ഡിസ്ട്രിക്റ്റിൽ, അന്ന് സബ് ഡിസ്ട്രിക്ട് സ്റ്റേറ്റ്. അപ്പോൾ സബ് ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് കിട്ടി. എൻ്റെ ദേവാനന്ദം പരമാനന്ദം. ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് കിട്ടി. എന്താ അറിയില്ല. ഞങ്ങൾ ആ കൂടെ ട്രിപ്പിൾ ഡ്രം, ഒരു തബലയും ഒരു കീബോർഡും വയലിനും ഗിറ്റാറും കൊണ്ടുവന്നു. അങ്ങനെ സ്റ്റേറ്റിൽ പോയി. സ്റ്റേറ്റിൽ കോട്ടയത്ത് വെച്ചിട്ടായിരുന്നു ആദ്യമായി കോട്ടയത്ത് പോകണം. എൻ്റെ ഇത് ആദ്യമായി എനിക്ക് തോന്നുന്നത് വീട് മമ്മീനെ വിട്ടിട്ട് മമ്മീൻ്റെ അഴിയില്ലാണ്ട് ഒറ്റയ്ക്ക് പോവാ, ചേട്ടൻ്റെ കൂടെ പോണത് കീബോർഡൊക്കെ ആയിട്ട്. അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി സ്റ്റേജിൽ വായിക്കാൻ നിന്നു. പ്രോഗ്രാമിൻ്റെ പകുതി ഈ പാട്ടിൻ്റെ പകുതി എത്തി, ഞങ്ങളുടെ ആംപ്ലിഫയർ കത്തിപ്പോയി. ഓയ്യോ. കത്തിപ്പോയി, കീബോർഡ് ഓഫായി, ഒന്നും കേട്ടില്ല. കർട്ടൻ അങ്ങോട്ട് താഴ്ത്തി. കഴിഞ്ഞില്ലേ കഥ. വിഷമമായി, ആകെ കൂടെ വായിക്കാനും പറ്റിയില്ല, ഒക്കെ വെളുപ്പായിപ്പോയി. പോരാത്തന്നെ ഞങ്ങളുടെ കൂടെ വന്നവർക്കെല്ലാം ഡ്രംസ്, ഞങ്ങൾക്കൊന്നും ഡ്രംസ് ഒന്നുമില്ല. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അങ്ങനെ ഡ്രംസേ കണ്ടിട്ടില്ല ഞാൻ. അങ്ങനെ അതൊക്കെ പല പ്രതീക്ഷയോടുകൂടി പോയി. അവിടെ എത്തിയപ്പോൾ കിടിലം ബാൻഡുകളും ഗ്രൂപ്പുകളായിരുന്നു, നമുക്കൊന്നും കിട്ടിയില്ല. പക്ഷേ ഈ ഒരു പാട്ട് വെച്ചിട്ട് കുറേ നാൾ പിന്നെ ഞങ്ങൾ സ്കൂളിൽ തന്നെ വിലസി. ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഞങ്ങളൊരു 10ാം ക്ലാസ് വരെ ഞാൻ ഈ പാട്ടൊക്കെ വായിച്ചായിരുന്നു. അങ്ങനത്തെ വലിയ അനുഭവം ഉണ്ടായിരുന്നു ഈ പാട്ടിന്. താങ്ക് യു ചേച്ചി, അത് ഓർമ്മിപ്പിച്ചതിൽ. താങ്ക് യു ഫോർ ഷെയറിംഗ് ദിസ് എക്സ്പീരിയൻസ്. താങ്ക് യു. പക്ഷേ നിങ്ങൾ രണ്ടുപേരും കലക്കി, സൂപ്പർ. സൂപ്പറായി പാടി, നല്ലൊരു ക്യൂട്ടും. പക്ഷേ
നിങ്ങൾ ആ സ്റ്റാൻഡേർഡും നിലനിർത്തി നല്ലതായിട്ട് അത് പെർഫോം ചെയ്തു നിങ്ങൾ നന്നായിട്ട്. പാടിയതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ അപ്പിയറൻസും ലുക്കും ഡാൻസേഴ്സും ഓർക്കസ്ട്രയും എല്ലാവരും നല്ലൊരു മൂഡായിരുന്നു ആ പാട്ടിന്. കാരണം പാട്ട് നല്ലൊരു ത്രൈവുള്ളൊരു പാട്ടായിരുന്നു. കാരണം ആ ബീറ്റ് അങ്ങനെ ആ കളവണ്ടിയുടെ അതേ ഫീലായിരുന്നു. അപ്പോൾ അത് ശരിക്കും പാട്ടിൽ തന്നെ അതിൽ പകുതി ഉണ്ട്. അത് നിങ്ങൾ ശരിക്കും ടേക്ക് ഓഫ് ചെയ്ത് കൊണ്ടുപോയി പാട്ട്. ഓക്കെ, പിന്നെ ചെറിയ കറക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ. പക്ഷെ ആ മൂഡ് നിങ്ങൾ നിലനിർത്തി. അതിന് താങ്ക് യു സോ മച്ച് ചക്കരകളെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഇടയ്ക്ക് ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു. മിക്സ് ആണ് എല്ലാത്തിൻ്റെയും. ഇതിലൊരു ഒരു കാര്യം കൂടെ എനിക്കൊരു ഓർമ്മ, ഇതിന്റെ കോറസ് പാടിയേക്കണ ഞാനും ചിത്രയാണ്. ഓ ഞങ്ങൾ രണ്ടുപേരാണ് കോറസ് വോയിസസ്. അത് അന്ന് ശ്രീധര റെക്കോർഡ് ചെയ്ത മീഡിയ ആർട്ടിസ്റ്റില് 2-3 ട്രാക്കായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് പാടിയ ബ്യൂട്ടിഫുൾ ഡേയ്സ്. പിന്നെ ഇതിൽ അല്ലാണ്ട് ചേച്ചി ഒരു പാട്ടും പാടിയിട്ടുണ്ടല്ലോ അല്ലേ? എന്റെ മനസ്സിലാ. അപ്പോൾ താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അപ്പോൾ മൂവിങ് ഓൺ ടു ദ മാർക്സ്. ആദ്യം നമുക്ക് ആരാ? ഇന്ന് കുറച്ചുകൂടി ചെറുപ്പം ആൻഡ് ക്യൂട്ട്നെസ്സിൽ ശ്രീനന്ദ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ഓക്കെ, ശ്രീനന്ദ് വെച്ച് തുടങ്ങാം. ശ്രീനന്ദ് ക്യൂട്ട്നെസ്സിൽ എന്ന് വെച്ചാൽ നീ സുന്ദരിയാണ്, നീ അതിനെപ്പറ്റി വിഷമിക്കണ്ട. അവിടെ പിന്നെ സുന്ദരിയാണ്, പിന്നെ അവിടെ പ്രശ്നമില്ല, എപ്പോഴും ചിരിച്ചിട്ടാണ്. വെരി പ്ലസന്റ്. അതെ, എന്നിട്ട് പിന്നെ ആ ചിരി തന്നെ എന്തൊക്കെയോ ഒരു ചമ്മലൊക്കെ ഉണ്ട്. അതെ, ഇതൊക്കെ കഴിഞ്ഞ രജത്തിനുള്ള അവര് എനിക്ക് തരാനുള്ള, ഞാൻ കാല് പിടിച്ചതിന്റെ കാര്യത്തിൽ എന്നോട് പറഞ്ഞു ശരിയാക്കി അതൊക്കെ തരാം. ഉണ്ടല്ലേ? ഓ അത് ശരി. ചുമ്മാ ഇല്ല, ഞാൻ വേറെ കാര്യം പറയാം കേട്ടോ. എന്നോട് ആക്ച്വലി എന്താ പറയാ, ശിവാന്റെ അമ്മ പറഞ്ഞു ഇല്ല, അത് നല്ല കാര്യമാണ്. അമ്മ പറഞ്ഞു, അതായത് മോളെ ഡാൻസ് കൂടുമ്പോൾ പാട്ട് പ്രശ്നമാവരുതെന്ന് പറഞ്ഞു. അപ്പോൾ മോള് സിമ്പിളായിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയെ 15ാമത്തെ പ്രാവശ്യം ഇത് എന്നോട് പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ വന്ന് സിമ്പിളായിട്ട് അത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഡാൻസും പാട്ടും എല്ലാം ഒരു പ്രശ്നമില്ലാതെ കൈകാര്യം ചെയ്യും. ചേച്ചി അതിനെ കുറിച്ച് ടെൻഷനേ അടിക്കണ്ട. അപ്പോൾ ശ്രീനന്ദ് എത്ര മാർക്ക് വേണം ചോദിച്ചു? പറഞ്ഞോളൂ. 9. അപ്പം നിനക്ക് ഞാൻ 7 തരുന്നുള്ളൂ. ഓക്കെ, 7 തരുന്നുള്ളൂ. അത്രേ തരുന്നുള്ളൂ. കറിയില്ല. വിജയൻ ചേട്ടൻ ചോദിച്ച സ്ഥിതിക്ക് എന്തായാലും എന്നാ പിന്നെ ഓക്കെ ഇരിക്കട്ടെ. യെസ്, സുജാത ചേച്ചി 8.5. സ്റ്റീഫൻ ചേട്ടാ 9. 26.5. അടിപൊളിയല്ലേ? ഹാപ്പി അല്ലേ? ഇനി നമുക്ക് ശിവാനി മോൾക്ക് എത്രയാണെന്ന് നോക്കാം. ശിവാനി. സ്റ്റീഫൻ ചേട്ടാ യെസ്, ഈ ചിരിക്കും ഈ ഡാൻസിനും പാട്ടിനും എല്ലാം കൂടി ചേർത്ത് 9. യെസ്, സുജാത ചേച്ചി 8.5. വിജയ് ചേട്ടാ യെസ് 9. 26.5. ഹാപ്പി അല്ലേ? ഇപ്പൊ ഈ ചിരി ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. അടുത്ത പെർഫോമൻസിലും തകർക്കണം. ഓക്കെ, തകർത്തിട്ട് വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈനൽ സെഗ്മെന്റ് ടോപ്പ് സ്കോറർ ആരെന്ന് നോക്കാം. ടോപ്പ് സ്കോറേഴ്സ് ഇവർ രണ്ടുപേരും ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഒരാളും കൂടി ഉണ്ട്. ഇനിയുണ്ട്. പിന്നെ ആരാണ്? ശ്രീശങ്കർ. അങ്ങനെ 3 ടോപ്പ് സ്കോറേഴ്സ് ആണ്. ഓടിപ്പോയിട്ട് ഗിഫ്റ്റ്സ് കളക്ട് ചെയ്തിട്ട് വരും. യെസ്, അപ്പൊ നമുക്ക് എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോ അല്ല, അത് പറ്റില്ല. ആദ്യമായിട്ടാണ് 3 പേർക്ക് ഹൈ സ്കോർ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഒരു നൃത്യാദികൾ ഒരാളെ മൂട്ടിലേക്ക് വന്നു.
ദാ ചക്ക. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.